കൽബകം കാണാത്തതെന്താണ് പൂത്തിങ്കളെ കാണാൻ കൊതിയാലെ കരയുന്ന കൽബകം കാണാത്തതെന്താണ് പൂത്തിങ്കളെ കരയുന്നു കൊഴിയുന്നു കാലമാം പൂന്തോപ്പ് വിരിയാതെ കൊഴിയാതെ ഞാൻ ഏകനാ വിരിയുന്നു കൊഴിയുന്നു കാലമാം പൂന്തോപ്പ് വിരിയാതെ കൊഴിയാതെ ഞാൻ ഏകനാ എന്തുരിയാടും ഞാൻ എന്നിനി കാണും ഞാൻ എന്നാശ തീർക്കൻ്റെ പൊന്നൊളിവേ എൻ നെഞ്ചിലെ കിനാവേ എൻ മോഹമേ നിലാവേ എന്നാശയാം ഹബീബേ ഏഴാലമിൻ്റെ നൂറേ യാ റസൂലല്ലാഹി അജിബ്ന യാ റസൂലല്ലാഹി അജിബ്ന യാ റസൂലല്ലാഹി അജിബ്ന അൽഗൗഥ റസൂലല്ലാഹ് الغوث رسول الله الغوث رسول الله الغوث رسول الله وشكوت إليه ذنوبي فاستغفر لي محبوبي وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم അവിടത്തെ കാണാൻ കൊതിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ കാണാത്തതിൽ ദുഃഖിച്ചു കരയുന്ന നമ്മൾ ഒരു തവണയെങ്കിലും സ്വപ്നത്തിലെങ്കിലും കണ്ടിരുന്നെങ്കിലെന്ന് എന്നും തേടി തേടി ഊരു ചുറ്റുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ റാലിയിൽ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം عليكم صلوات الله عليكم مرحبا مرحبا يا بابا ما شاء الله مخدوم يا بابا الحمد لله സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തി അല്ലാഹു ഖബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തങ്ങളുടെ ഇവരൊക്കെ നമുക്ക് ഇവരിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു നോട്ടമാണ്. ഇവരുടെ വെല്ലിപ്പയുടെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അവരെ വിളിച്ചിരുത്തുന്നതും ഇവിടെ വരുന്നവരെ സ്വീകരിക്കുന്നതും ഇതെല്ലാം ഒരുക്കുന്നതിലുമുള്ള പ്രതീക്ഷ എന്താണ്? നമ്മൾ തേടുന്നു ഒരു നേതാവിനെ, കൊതിക്കുന്നു കണ്ടിരുന്നെങ്കിലെന്ന് പ്രതീക്ഷിക്കുന്നു, കരയുന്നു. അങ്ങനെ കാണാത്തവർ കാണാൻ കൊതിച്ചു നടക്കുന്നതിനെ കണ്ടിലയിച്ചു കൂടെയിരിക്കുന്നവരോട് തുല്യപ്പെടുത്തി ചർച്ച ചെയ്താൽ സ്നേഹത്തെ വായിച്ചെടുക്കാൻ കഴിയില്ലെന്ന് പറയാനാ ഞാൻ ഇത് പറഞ്ഞത്. അവർ കണ്ടു, അവരടുത്തു ലയിച്ചു. മുത്തുനബിയോടൊപ്പം ചേർന്നിരിക്കുന്നു. ജുലൂസി ബൈന യദൈക് വന്നളിറു ഇലൈക് വന്നളുറു ഇലൈക് വഇൻഫാഖു മാലി അലൈക്. എനിക്കേറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ റാലി നടത്തുമ്പോൾ, മദ്ഹ് ചൊല്ലുമ്പോൾ, നമ്മൾ സേവനങ്ങൾ ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, എല്ലാം ചെയ്യുന്ന നേരത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കെ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? മുന്നിൽ ഇങ്ങനെ ഇരിക്കണം, അങ്ങയെങ്ങനെ കാണണം, അങ്ങയെങ്ങനെ ആസ്വദിക്കണം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തവണ കാണാൻ പറ്റാത്തൊരു ഘട്ടം വരുമോ എന്ന് ഭയപ്പെട്ടു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ ശല്യം, ആക്രമണം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അള്ളാഹുവിന്റെ അനുമതി വന്നു. അവിടുന്ന് നാട് വിട്ടു പുറപ്പെടാൻ അനുമതി വരുന്നു. മദീനയിലേക്ക് മക്കത്ത് നിന്ന് പുറപ്പെടാൻ അടുത്തു. സമയമായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയും അങ്ങനെ യാത്ര ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഞാനിത് പറഞ്ഞത്, പലപ്പോഴും നമ്മൾ റാലി നടത്തുന്നു, നമ്മൾ വലിയ മൗലിദ് നടത്തുന്നു, നമ്മൾ മലിക്കുൽ മുദഫർ മജ്ലിസ് നടത്തുന്നു. മലിക്കുൽ മുദഫർ മജ്ലിസ് അന്ന് ഉണ്ടോന്ന് ചോദിച്ചാൽ മലിക്കുൽ മുദഫർ എന്ന രാജാവ് തന്നെ പിന്നുണ്ടായതാണ്, പിന്നെ അന്ന് ഉണ്ടാവില്ലല്ലോ. ഞാനിത് എന്തിനു പറയുന്നു? അറിഞ്ഞവരും ലയിച്ചവരും കാണാനും ലയിക്കാനും പൂതിയുള്ളവരും ഒരുപോലെയല്ല. ഒരുപാട് അന്തരമുണ്ടെന്ന് പറയാനാണ്. അവർ കണ്ട് ലയിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മദ്ഹ് പാടുമ്പോൾ, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ത്വലഅൽ ബദ്ർ പാടുമ്പോൾ, നമ്മളൊരു മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഒന്ന് കാണാനുള്ള പ്രതീക്ഷ. അത് ലഭിച്ചവരാണ് സ്വഹാബ. അതുകൊണ്ടാണ് നമ്മൾ ഇത് എത്ര വർഷം നടത്തിയാലും അവരുടെ അരികിലേക്ക് എത്താൻ നമുക്ക് സാധിക്കാത്തത്. അപ്പോ ചിലപ്പോ കല്യാണത്തിന് മുമ്പ്, അതല്ലെങ്കിൽ പ്രണയത്തിന്റെ ഒരു ഉദാഹരണത്തിനാണ് ഞാനിത് പറയുന്നത്. പ്രണയിച്ച് ആ ഭാഗത്തുള്ള ബസ്സിലൊന്ന് കയറിപ്പോവും, ആ വീടിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കും. അവൾ സഞ്ചരിച്ച് അവൾ ഇരുന്നിരുന്ന മരച്ചോട്ടിലൊന്നിരിക്കും. അവൾ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിന്റെ ചുറ്റുമൊന്ന് നടക്കും. അവൾ കറങ്ങി നടന്നിരുന്ന മൈതാനത്തൊന്ന് കറങ്ങി നടക്കും. ഇതൊക്കെ എവിടം വരെ? അവസാനം അവളെ കണ്ടെത്തുകയും കല്യാണം നടന്നവളെ കൂടെ കൂടുന്ന ഒരു രംഗമുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണ ഭൗതിക ഭാഷയിൽ അവർ തമ്മിലൊന്നായാൽ, പിന്നെ ഈ കറങ്ങുന്നത് മൈതാനത്ത് കറങ്ങാൻ അവന് കിട്ടുമോ? ഇല്ല. ആ ഭാഗത്തേക്ക് പോണ ബസ്സിൽ വെറുതെ അങ്ങനെ പോവോ? ആർക്ക് വേണ്ടി പോകണം? നമ്മുടെ അതേ റാലി മുത്തുനബിയുടെ കാലത്തുണ്ടോന്ന് അന്വേഷിക്കുന്നവനോടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ തന്നെ കിട്ടണോ? ഇങ്ങനെ തന്നെ കാണാൻ പൂതിയുണ്ടോ? ആരോടാ നമ്മൾ അന്വേഷിക്കുന്നത്? നമ്മളൊക്കെ തേടിക്കറങ്ങി നടക്കുന്ന ആ നേതൃത്വത്തെ പുൽകിയ, കൂടെ കൂടാൻ ഭാഗ്യം ലഭിച്ച ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയവർ, അവരനുഭവിക്കുന്നത് നാം എന്താണോ ആവശ്യപ്പെടുന്നത്, എന്താണോ തേടുന്നത്, നാം തേടപ്പെടുന്നതിനെ അനുഭവിക്കുന്ന തലത്തിലേക്ക് വളരാൻ ആ ഭാഗ്യം ലഭിച്ചവർ അവിടുത്തെ ചാരത്തിരിക്കുന്നു, അവിടുത്തെ കൂടെ നടക്കുന്നു. ഒരു ദിവസം കാണാൻ കഴിയാതെ വരുന്നു തോന്നിയാൽ പിന്നെ ലെവല് തെറ്റുന്നു. നിങ്ങൾക്കറിയില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ തൗഹീദ് അത്രമേൽ ഹൃദയത്തിൽ മുത്തുനബി ഉറപ്പിച്ചു കൊടുത്ത ഉമർ തങ്ങൾക്ക് മുത്തുനബിയെ കാണാത്തൊരു രംഗത്തെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. കാണാൻ പറ്റാതെയാകുമെന്ന് തോന്നുമ്പോത്തിനും പെട്ടെന്ന് സ്വബോധം നഷ്ടപ്പെട്ട സംസാരം പുറത്തു വന്നു. എന്ത് പറയണമെന്നറിയാതെ മുത്തുനബിയുടെ വഫാത്തിനെ ഓർക്കാൻ പറ്റാത്ത പോയിന്റിലേക്ക് ആ ലയനമടുത്തിരുന്നു. അത്രയും കട്ടിയുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. ഞാൻ പറഞ്ഞത്, നമുക്ക് കാണാൻ ഒരു അവസരം കൊതിക്കുമ്പോൾ അവർ നഷ്ടപ്പെടാതിരിക്കാൻ, ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നവരും, ഒരു സെക്കൻഡെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നമ്മളും. എത്ര അന്തരമുണ്ട്! ഇതൊരിക്കലും ഒരുപോലെയല്ല. സ്വഹാബത്തിന്റെ താഴേക്ക് പോന്നാൽ താബിഈങ്ങളുടെ ആ ഒരു ആനന്ദം, അടുപ്പം ശേഷമുള്ളവർക്ക് കിട്ടണമെന്നില്ല. അതിൻ്റെ ശേഷം അത്രയും അടുപ്പം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ കിട്ടാത്ത ആ ഒരു ലോകത്തെ പ്രണയിച്ചും സ്നേഹിച്ചും ആ ഒരു പ്രകടനം ഇവിടെ പിന്നെ എങ്ങനെ നിലനിൽക്കും? ആ കൊതിയുണ്ടല്ലോ, ഒരു കാണാൻ കൊതി, ആ പൂതിയില്ലേ, കാണാമ്പൂതി. ആ കാണാമ്പൂതി എൻ്റെ കുട്ടിക്ക് എങ്ങനെ ആ കാണാമ്പൂതി ഉണ്ടാവും? ഒരു ഐസ്ക്രീം നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെ കുട്ടി ഐസ്ക്രീം ചോദിച്ച് കരയാറുണ്ടോ? ഇല്ല. ഏതെങ്കിലും കുട്ടികൾ ഉപ്പച്ചിയെ എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഐസ്ക്രീം കാണാത്ത കുട്ടി ഇല്ല. എന്നോ അമ്മാവൻ കൊണ്ടുവന്ന ഐസ്ക്രീം നുണഞ്ഞ ശേഷമാണ് പിന്നെ കുട്ടി ഐസ്ക്രീം ഉണ്ടോ ഉപ്പച്ചിയെ എന്ന് ചോദിക്കാൻ തുടങ്ങിയത്. മിഠായി കാണാത്ത കുട്ടിക്ക് മിഠായി ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം കുട്ടിക്ക് അറിയില്ല. അപ്പോൾ കാണാത്ത മിഠായി കുട്ടി ചോദിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ആ മിഠായി നുണക്കാനുള്ള അവസരം ആ രക്ഷിതാവ് ഉണ്ടാക്കി കൊടുക്കണം. വീണ്ടും വീണ്ടും നുണക്കണം. അങ്ങനെ ആ കുട്ടി അതിൻ്റെ മധുരം അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കുമ്പോൾ ആ കുട്ടി ചോദിക്കും, ഇനി മിഠായി ഉണ്ടോ? ഇനിയും കിട്ടുമോ? കാണാൻ കഴിയുമോ? എനിക്ക് അവസരം കിട്ടുമോ എന്ന് ചോദിക്കാൻ ആദ്യം അവൻ അനുഭവിക്കാൻ കഴിയണം. അതാ ഞാൻ പറഞ്ഞത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇത്രമേൽ അകന്ന ഈ അവസാന കാലത്ത് ജീവിക്കേണ്ട, ഈ അവസാന കാലത്ത് ജീവിക്കുന്ന നമ്മൾ, ഈ നമുക്ക് എത്രയോ ദൂരമുണ്ട് അവിടത്തെ കാണാൻ, നേരെ കാണാൻ, അവിടത്തെ നേരെ അനുഭവിക്കാൻ. ആ സുഗന്ധമൊന്നും കിട്ടാത്ത നമുക്ക് ആര് പറഞ്ഞു തന്നു അവിടത്തെ? ഞാൻ പഠിക്കുന്ന ചെറുപ്പത്തിലെ റബിയുൽ അവ്വൽ മദ്രസയിലെ അബ്ദുറഹ്മാൻ ഉസ്താദ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് ഇവിടെ ഉണ്ട്, ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഉസ്താദിനോട് ഉസ്താദ് മോൾക്ക് കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇരുന്നിട്ടില്ല. ഉസ്താദ് ഇവിടെ ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ക്ലാസ്സിലിരുന്ന് ഞാൻ മദ്രസ പാഠം പഠിക്കുന്ന കാലത്താണ് ഉസ്താദ് എഴുതിയ വരി അന്ന് കൈപ്പമംഗലത്ത് വെച്ച് പാടിയത്. റബീഉൽ അവ്വലിന്റെ ചന്ദ്രൻ വാനിലുയർന്നു, റഹ്മത്തുൽ ആലമീൻ പിറന്ന നാളിത വന്നു, പിന്നിലോരോ മന്തരിയും കുളിര് പകർന്നു, മർഹബയാലെ ഞങ്ങളണിയായി നീങ്ങുന്നു, അണിയായി നീങ്ങുന്നു. ഇതെന്നെ പഠിപ്പിച്ചത് എൻ്റെ മദ്രസയിലെ ഉസ്താദാണ്, റബീഉൽ അവ്വലിനാണ്. ആ മദ്ഹ് അന്ന് പാടിയപ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന ഒരു സുഖമുണ്ട്. അത് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഉസ്താദുമാരാണ്, നമ്മുടെ മാതാപിതാക്കളാണ്. അത് പാടിയതുകൊണ്ട്, അത് പാടിപ്പിച്ചതുകൊണ്ട്, അത് പഠിപ്പിച്ചതുകൊണ്ട് നമുക്ക് കാണണമെന്ന് തോന്നി, കാണാൻ പൂതി വർദ്ധിച്ചു, അവിടുത്തെ അറിയാൻ കൊതിയായി, അവിടുത്തെ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ പൂതി വർദ്ധിച്ചു. ഇതവർ പറഞ്ഞില്ലെങ്കിൽ നമ്മളറിയില്ല, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ജനിക്കില്ല. ആഗ്രഹം ജനിക്കാതിരുന്നാൽ, സ്നേഹമില്ലാതെയായാൽ, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്, ഈ ലോകത്ത് സ്നേഹമേ ഉണ്ടാവുകയില്ല. റബീഉൽ അവ്വലിനെ എതിർക്കുന്നവരെ കൊണ്ടല്ല ദീൻ നിലനിന്നത്, റബീഉൽ അവ്വൽ നടത്തുന്നവരെ കൊണ്ടാ ദീൻ നിലനിന്നത്. ഈ ദീനിന്റെ പേരിൽ ഇതിനെ എതിർക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടുന്നവർക്ക് ഈ ദീൻ കൊടുത്തവർ റബീഉൽ അവ്വലിന്റെ ആളുകളാണ്, മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളാണ്, അവിടുത്തെ വേണ്ടതുപോലെ ഉൾക്കൊണ്ടവരാണ്. ഞാൻ പറഞ്ഞത് സ്നേഹത്തിന്റെ തട്ടുകൾ പലതാണെന്ന് അറിയാനാ ഇത് സൂചിപ്പിച്ചത്. നമ്മളുടെ മനസ്സിൽ നമ്മൾ കാണാത്തതിലേക്ക് കൊതി വരണമെങ്കിൽ നമുക്ക് ഒരുപാട് കേൾക്കാനുള്ള അവസരം വേണം, പാടാനുള്ള അവസരം വേണം. റബീഉൽ അവ്വലുകൾ ഇത്രയും സന്തോഷത്തോടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ചെറിയ മക്കൾ അറിയും, അവര് രുചിക്കും, അവര് വീണ്ടും വീണ്ടും قلوبا تحبه بأوصافه تجلى إذا هي تسدأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാത്തത് കൊണ്ടാണ് മലിക്കുൽ മുളഫർ രാജാവ് അവിടുത്തെ മൗലിദ് സദസ്സിനെ ആരും എതിർക്കാതിരുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ആളുകൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു തുള്ളി വെള്ളം കിട്ടാൻ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ദാഹം തീർക്കുന്ന വെള്ളമൊരുക്കി കൊടുത്താൽ ആളുകൾ ആർത്തു വിളിച്ച് ഓടിക്കൂടി അവരത് ദാഹം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ മലിക്കുൽ മുളഫർ മൗലിദിന്റെ വേദി സംഘടിപ്പിച്ച സദസ്സിലേക്ക് ആലിമീങ്ങളുടെ ഒഴുക്കായിരുന്നു, സൂഫിയാക്കളുടെ ഒഴുക്കായിരുന്നു, മാദിഹീങ്ങൾ ഒഴുകുകയായിരുന്നു. മുഴുവൻ ആളുകളും ഇർബലിനെ കൊള്ള തേടിച്ചെല്ലുകയായിരുന്നു. അന്നത്തെ ഉലമാക്കൾ മുഴുവനും ചെല്ലുമ്പോ അൽ മലിക്കുൽ മുളഫറിന്റെ ആ രാജകീയ മൗലിദ് സദസ്സിൽ 5000 ആടിനെ അറുത്തിട്ടുണ്ടെങ്കിൽ, 10,000 കോഴിയെ അറുത്തിട്ടുണ്ടെങ്കിൽ, 1,30,000 പാത്രങ്ങളിൽ അലുവ നിരത്തിയിട്ടുണ്ടെങ്കിൽ, 3 ലക്ഷം പൊന്ന് പ്രതിവർഷവും മൗലിദിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുന്നവരാരാണ്? ആഖിറത്തിന് വേണ്ടി സുജൂദിൽ കിടക്കുന്ന, ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ ദുനിയാവിനൊരു വിലയും കൽപ്പിക്കാത്ത, തെറ്റ് കണ്ടാൽ ഉടനെ പ്രതികരിക്കുന്ന മഹാന്മാർ, ഔലിയാക്കൾ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ അയിമ്മത്ത്, അവരെ കണ്ടപ്പോൾ ഓടിയടുത്തില്ലേ? അവരെല്ലാം സദസ്സിൽ ഇരുന്നില്ലേ? അതിൽ കോടീശ്വരന്മാർ, പ്രമാണിമാർ, ലോകം തിരിഞ്ഞവർ, എല്ലാ തിരക്കുള്ളവരും ഉണ്ടായില്ലേ? അതിൽ മന്ത്രിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്. അയൽ രാജ്യങ്ങളിലെ മന്ത്രിമാരും രാജാക്കന്മാരും വരുന്നത് എങ്ങോട്ടാ? മുത്തുനബിയുടെ മജ്ലിസ് സംഘടിപ്പിച്ച മലിക്കുൽ മുളഫറിന്റെ വേദിയിലേക്ക്. വിദഅത്താന്ന് പറയാൻ ഒരു കുഞ്ഞിന് തോന്നിയില്ല.
തോന്നിയിട്ടുണ്ടെങ്കിൽ ചരിത്രമാണ് പറയേണ്ടത്. തോന്നി എന്നത് നാമല്ല പറയേണ്ടത്. കഴിഞ്ഞുപോയ ചരിത്രത്തിൽ അൽ മലിക്കുൽ മുദഫർ എന്നൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഇബ്നു കസീർ അൽ ബിദായയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമാമിങ്ങളെല്ലാം ഇതിനെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മലിക്കുൽ മുദഫറിന്റെ പാട്ട് സദസ്സിലേക്ക്, മദ്ഹ് സദസ്സിലേക്ക്, മൗലിദ് സദസ്സിലേക്ക് എല്ലാ ആലിമീങ്ങളും ചെന്നപ്പോ എന്തേ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞത് എന്താണ്? അബൂ ഷാമയുടെ ഉദ്ധരണി വമിനൽ ബിദ്അൽ ഹസന. എന്തൊരു ടേസ്റ്റാ, എന്തോരു റാഹത്താ. പണ്ഡിതന്മാർക്ക് അങ്ങനെ പറയാൻ കഴിയൂ. കാരണം അവർ കൊതിക്കുന്ന ഒന്നാണ് മുത്തുനബി, അവർ കൊതിക്കുന്ന ഒന്നാണ് അവിടുത്തെ മദ്ഹ്, അവർ കൊതിക്കുന്ന, അവർ തേടി നടക്കുന്ന ഒന്നാണ് മീലാദ്, ഈ കോൺഫറൻസുകൾ. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഓടിയെടുക്കുന്നു, എല്ലാവരും സംബന്ധിക്കുന്നു. ആരും മാറി നിന്നില്ലെന്നു മാത്രമല്ല, ശേഷം കഴിഞ്ഞ പണ്ഡിതന്മാർ അൽ മലിക്കുൽ മുദഫറിന്റെ മൗലിദിന്റെ സദസ്സ് എഴുതി വെച്ചുകൊണ്ട് പറയുകയാണ്, എന്തോ ഒരു വലിയ മൗലിദാണ്. മലിക്കുൽ മുദഫർ വലിയ ധീരനാട്ടോ, നല്ല മനുഷ്യനാട്ടോ, നല്ല നീതിമാനായ ഭരണാധികാരിയാട്ടോ, നല്ല പണ്ഡിതനാട്ടോ. ഇതാരാ പറയുന്നത്? പിൽക്കാലത്ത് കഴിഞ്ഞ പണ്ഡിതന്മാരെ ഒപ്പുവെക്കുന്നു, മൗലിദിന് ഒപ്പുവെക്കുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇത്രമേൽ ഇവരി ഇതിനെതിരെ കുറച്ചു ചാടുന്നത് കാണുമ്പോൾ അത്തരക്കാരായ സുഹൃത്തുക്കൾ പെട്ടുപോയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കണം, ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലേ, ഇത് സത്യമാണോ അല്ലേ? നമ്മുടെ നേതാവിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്? ഞങ്ങൾക്കൊരു നേതാവുണ്ട്, നിങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞോ? ഇല്ല. നമ്മുടെ നേതാവിനെ കുറിച്ചല്ലേ പറയുന്നത്. എന്തുകൊണ്ട് മനസ്സ് തുറന്നൊന്ന് കേട്ടുകൂടാ? നമ്മുടെ നേതാവിനെ കുറിച്ചല്ലേ ഇതൊക്കെ? നമുക്ക് എന്തുകൊണ്ട് ഒന്നായി ഒന്ന് പറഞ്ഞുകൂടാ? അങ്ങനെ ചിന്തിക്കും. ആ വെറുപ്പുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, എതിർപ്പുകളൊക്കെ നീക്കിവെച്ച്, മുൻവിധിയോടെ കാണാതെ ഇതൊന്ന് ഓർക്കൂ, ഒന്ന് ചിന്തിക്കൂ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊതിച്ചുകൊണ്ട് ഇമാമിങ്ങൾ അൽ മലിക്കുൽ മുദഫറിന്റെ വേദിയിൽ ഒത്തുകൂടിയതിന്റെ ശേഷം കഴിഞ്ഞ ആലിമീങ്ങൾ, അക്കാലത്ത് ജീവിച്ച പണ്ഡിതന്മാർ ഇതിനെ മദ്ഹ് പറയുകയാ ചെയ്തത്, ഇതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾക്ക് മലിക്കുൽ മുദഫറിന്റെ മദ്ഹിന് സന്തോഷത്തോടെ മദ്ഹ് പറയാൻ കഴിഞ്ഞത് അവരുടെ അറിവിന്റെ ആഴമാണ്, ഈമാനിന്റെ പവറാണ്. പിൽക്കാലത്ത് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ തെളിഞ്ഞു വരുന്ന ഒന്നും അറിയാത്ത നമ്മളൊക്കെ ഇവിടെ നിന്ന് തെളിവ് ചോദിക്കുമ്പോൾ ഈ ചരിത്രത്തെ മറക്കാവോ? ഇതിനെ അങ്ങ് മാച്ച് കളയാൻ കഴിയോ? ഇല്ല. ആരും എതിർത്തിട്ടില്ല, ഒരു പണ്ഡിതനും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏത് നന്മയിലും തിന്മ കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സംഗതികളൊക്കെ നന്മയും തിന്മയും കൂടുമെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുന്ന രംഗം ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വമൻ തഹറ മിൻ അമലിഹ അൽമഹാസിന വതജന്നബ ളിദ്ദഹ ഫകാനത് ബിദ്അതൻ ഹസന. വമൻ തഹറ മിൻ അമലിഹ അൽമഹാസിന, നന്മയും തിന്മയും കൂടും, പക്ഷേ നിങ്ങൾ നന്മ മാത്രം എടുത്തു. വതജന്നബ ളിദ്ദഹ, തിന്മ നിങ്ങൾ ഒഴിവാക്കിയാൽ. ഇപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ മ്യൂസിക് പാട്ടുകളുണ്ടോ? ഇല്ല. മയക്കുമരുന്നുണ്ടോ? ഇല്ല. കള്ളുണ്ടോ? കഞ്ചാവുണ്ടോ? ഇല്ല. എന്നാൽ ഇതെല്ലാത്തിടങ്ങളിൽ അതില്ലേ? ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മാറൂ, ഈ നല്ലതിലേക്ക് വരൂ. മുത്തുനബിയുടെ മാതൃക നമുക്കൊരുമിച്ച് അത് പിൻപറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് മയക്കുമരുന്നിനും അല്ലാത്ത ലോകത്തിനും അടിമപ്പെട്ടതിന്റെ പേരിൽ കുടിലുകൾ, വീടുകളൊക്കെ വിഷമത്തിലാണ്. ഭർത്താവിന്റെ വിഷമത്തിൽ ഭാര്യ കരയുന്നു, കുട്ടികളെ കിട്ടുന്നില്ല, മാതാപിതാക്കൾ വിലപിക്കുന്നു, അവരൊക്കെ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ അറിയുമോ? അത് വേണ്ടാന്ന് പറയാൻ മുത്തുനബിയുടെ മദ്ഹിന് ഒത്തുകൂടിയ സദസ്സ്, അത് ജീവിക്കണ്ടേ? നമുക്ക് ജീവിക്കാൻ ഇതിനെ ജീവിപ്പിക്കണ്ടേ? നമുക്ക് നിലനിൽക്കാൻ, കുടുംബത്തിലെ സമാധാനത്തിന് നിലനിൽക്കണ്ടേ? ഇവിടെ തെറ്റിനെ മാറ്റിവെച്ചു, തെറ്റുകളെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് നന്മ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഫകാനതു ബിദ്അതൻ ഹസന. നോക്കൂ നിങ്ങൾ, അത് ബിദ്അത്താണെന്ന് പറഞ്ഞത് ഇമാമിങ്ങളാണ്. ഞാൻ പറഞ്ഞു അത് ബിദ്അത്ത് ഹസനത്താണെന്ന് പറഞ്ഞത് അവരാണ്. നല്ല തുടക്കം. ഇമാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് തറാവീഹിനെ ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് പറഞ്ഞ വാക്ക്, അന്ന് പറഞ്ഞത് നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, എന്തൊരു നല്ല ആചാരമാണെന്നാണ്. ഞാൻ ആ വിഷയം ഇന്ന് പ്രതിപാദിക്കേണ്ടതല്ല. ഞാൻ നമ്മുടെ മദ്ഹിന്റെ സദസ്സിലേക്ക് കടക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ
എല്ലാ രാജ്യങ്ങളിലും നിറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോർദാൻ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വന്നിരുന്ന സദസ്സിലും പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങളെ നാട്ടിലേക്ക് വരുന്നില്ല? നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് അങ്ങോട്ട് പോകാനോ അവിടെ പ്രോഗ്രാമിന് പങ്കെടുക്കാനോ സാധിച്ചിട്ടില്ല. അവർ ഇന്ന് വന്നപ്പോഴും പറഞ്ഞു, ഇനിയെങ്കിലും നിർബന്ധമായും എത്തണം. അവിടെ മൗലിദുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മൗലിദ് വലിയ സദസ്സ് കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത്. المولد في يوم الجمعة القادم مولد كبير عندكم خلاص القادم ما شاء الله ما شاء الله ഈ കഴിഞ്ഞ الجمعة الماضي ما شاء الله വലിയ മജ്ലിസ് മൗലിദ് ജോർദാനിൽ ഞങ്ങൾ വലിയ പരിപാടി നടത്തിയിട്ടാണ് ഈ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നതെന്നാണ് ഓല് പറയണത്. നമ്മൾ പോയി വയത് പറഞ്ഞത് ഓലോട് ജോർദാനിലെ ഈ അവരെന്താണ് പറയുന്നത്? അത് മുത്തുനബിയെ കുറിച്ച് പാടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാവരും അതിന്റെ കൂടെ കൂടുന്നു. ഞങ്ങൾ ജുമാ നിസ്കരിച്ചിട്ട് വലിയ മൗലിദ് നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അതാ പറയുന്നത്. അപ്പൊ അവിടുത്തെ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ 3-4 കൊല്ലം മുമ്പ് അബ്ദുറഹ്മാൻ ഹാജിയും നമ്മളൊക്കെ അന്ന് വന്ന ആൾക്കാരോട് വാക്ക് കൊടുത്ത് ഞങ്ങൾ വരും, ഉറപ്പാണ്. അങ്ങനെ 1-2 തവണയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു എന്നല്ലാതെ പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരെ അവിടെ പോവുകയും അവിടുത്തെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുകയും അവരോടൊപ്പം ഒരുപാട് സദസ്സുകളിൽ പങ്കെടുത്ത് കുട്ടികളുമായിട്ടുള്ള ആ ഒരു ബന്ധം അങ്ങനെയാണ് വീണ്ടും അവരുടെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോകാനും ഭാഷകൾ അറിയാനും പരസ്പരം മഹബത്ത് കൈമാറാനും മദ്ഹിന്റെ വേദികളിൽ പങ്കെടുക്കാനും അറിവ് നുകരാനുമൊക്കെയുള്ള ഒരു സൗഹൃദവും കൂടിയാണ് ഇതിനിടയിലൂടെ രൂപപ്പെടുന്നത്. വൈജ്ഞാനിക രംഗത്ത് ലോകാടിസ്ഥാനത്തിലുള്ള ആളുകളുടെ അനുഭവ രീതികളെ ബോധ്യപ്പെട്ട് നമ്മുടെ മലബാറിന്റെ മക്കയായ പൊന്നാനിയിൽ വെച്ച് മഖ്ദൂമുമാരുടെ ആ പഴയ പൈതൃകത്തെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. അവർക്ക് വലിയ ഇഷ്ടമാണ് ഇത് കേൾക്കാൻ, അവർക്ക് വലിയ ഇഷ്ടമാണ്. അവർ പൊന്നാനിയിൽ വരുന്നു, ഇവിടുത്തെ നാഗരികത കേട്ട് ഇവിടുത്തെ പഴയ പാരമ്പര്യം കേട്ട് അവർ അത്ഭുതം കൂറുന്നു. ഈ മജ്ലിസൊക്കെ കണ്ട് അവർ ഞെട്ടുന്നു. അവർക്ക് ഇതുപോലെ അവിടെ ഈ പഴമയിലേക്ക് പല അറബ് രാജ്യങ്ങളിലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ കൾച്ചർ ബിസിനസ് കടന്നു വരുമ്പോൾ, കച്ചവടം കടന്നു വരുമ്പോൾ ചില കൾച്ചറും കടന്നു വരുന്നത് പോലെ പല കൾച്ചറുകളും കടന്ന് വന്നതിന്റെ പേരിൽ ആ പഴയ സംവിധാനങ്ങളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ കാണാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാലം സഞ്ചരിക്കുന്നത് പിറകോട്ടാണല്ലോ. അൽഹംദുലില്ലാഹ് ലോകാടിസ്ഥാനത്തിൽ ആ പഴമ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് മലബാർ എന്നത് ലോകം മുഴുവനും സമ്മതിച്ച സത്യമാണ്. നമ്മുടെ ഇമാമികൾ, നമ്മുടെ ഉസ്താദുമാർ വല്ലാതെ കിണഞ്ഞു പരിശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ്, അനന്തര ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നും. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതിന്റെ ഭാഗവക്കായാണ് നമ്മൾ അൽഹംദുലില്ലാഹ് ഇവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവരവിടെ പോയി മലബാറില് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് മലബാറിലുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട അവസ്ഥയിലായിട്ടുണ്ട് ചിലയിടങ്ങൾ. അത് നടക്കുകയാണ്, ഇതുവഴി നടക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ സാലിഹ് ഉസ്താദ് വരുന്നുണ്ട്, മർഹബ. എന്നും എല്ലാ കൊല്ലവും ഒരു ദിവസം മുമ്പ് തന്നെ വരും, നമ്മളെ കൂടെ നിൽക്കും. നമ്മളെ ഇതിന്റെ ഒരു സംഘാടകനും ഉസ്താദും ഉപദേശവും എല്ലാം ആയിട്ട് ഉസ്താദ് ഇവിടെ ഉണ്ടാവും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വലിയ ഇഷ്ടമാണ്. അത് അന്ന് മുതൽ ഉസ്താദ് ഏത് പ്രതിസന്ധി ആയാലും സ്വന്തം മോന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഇവിടെ പരിപാടി നടന്നപ്പോഴും നമ്മൾ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അത് വലിയൊരു സന്തോഷമാണ്. മർഹബ. അപ്പൊ എല്ലാ സദസ്സിലും എത്തും. അപ്പൊ ഇന്നലെ ഇവിടെ വന്ന് ഇന്ന് സുബഹിക്ക് പ്രഭാത മൗലിദിന് നേതൃത്വം കൊടുത്ത് അൽഹംദുലില്ലാഹ് ഇന്നത്തെ റാലിയിലൊക്കെ പങ്കെടുത്ത് എല്ലാ കൊല്ലവും നമുക്കൊരു വലിയ സന്തോഷമാണ് ഉസ്താദിന്റെ വരവും. നമ്മുടെ കൂട്ടത്തിൽ അത് ഉപ്പ വന്ന് മക്കളോട് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലല്ലോ, ഉഷാറല്ല മക്കളെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഉസ്താദ് ഇന്നും നമ്മുടെ ഒപ്പമുണ്ട് അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാടിന്റെ മലബാറിന്റെ പാരമ്പര്യം, സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം, പല നാടുകളിലും കറങ്ങി മഖ്ദൂം തങ്ങൾ മഹാന്മാരുടെ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട പാരമ്പര്യം അത് ഈ മലബാറിൽ നമുക്കെല്ലാം നുകർന്നു തന്നത് നമ്മുടെ പണ്ഡിതന്മാരുടെ കണിശ നിലപാട്, അവരുടെ പ്രവർത്തന ബോധ്യം, ആ ബോധപൂർവമുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം അൽഹംദുലില്ലാഹ് ഇവിടെ ഇരിക്കുന്നത്. ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെ അർഹിക്കുന്ന ജസാ നൽകുമാറാവട്ടെ. ആ മഹാന്മാരുടെ മദതും ഗുരുത്വവും അതിൽ മഖ്ദൂമുമാ എത്ര ആളുകൾ കഴിഞ്ഞുപോയി. ഈ പൊന്നാനിയിൽ എത്ര ആളുകൾ മറവിട്ട് കിടക്കുന്നു. നാടുകളിലെ ആ കാരെല്ലാം സഞ്ചരിച്ചു പോയി. സാദാത്യങ്ങൾ വലിയ ജാറുപ്പാപ്പയടക്കം, കിൽക്കട്ട ജാറത്തുപ്പാപ്പയടക്കം, ഈ പരിസരത്തുള്ള സിയാറത്ത് പള്ളി അടക്കം, കരുവത്തെ പള്ളി അടക്കം, മറ്റു തൊട്ടടുത്തുള്ള പള്ളി
ഏതാണ് നമ്മുടെ തോട്ടുങ്ങൽ പള്ളി അടക്കം എത്രയെത്ര മഹാന്മാർ 500 വർഷം 600 വർഷം 700 വർഷം 800 വർഷം പഴക്കമുള്ള പള്ളിയുള്ള നാടാണ് പൊന്നാനി. അവിടെയൊക്കെ മഹാന്മാരുണ്ട്. ആ പഴയ പാരമ്പര്യത്തിൽ നിന്ന് നുകർന്ന് കിട്ടിയ ആ ഒരു ഈമാനും വീര്യവുമാണ് നമ്മുടെ നാട്ടിൽ നിലനിർത്തുന്നത്. ഈ പൊന്നാനിയുടെ പരിസരങ്ങളിലേക്ക് ആ പ്രകാശം പരന്നു. നമ്മുടെ ഈ കേരളം മുഴുവനും അത് നുകർന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി അതെല്ലാവരും ചെല്ലാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് ആ മാതൃക ലോകം മുഴുവനും ആഘോഷിക്കുന്ന ആ ഒരു സത്യം, ആ സൗകര്യം മീഡിയകളിലൂടെ കാണാനും നമുക്ക് സാധിച്ചു. നമ്മുടെ സുഹൃത്തുക്കൾ ഇൻഷാ അല്ലാഹ് ക്ഷണിച്ച ഇത് പ്രകാരം അടുത്ത മലിക്കുൽ മുദഫറിന്റെ പ്രചരണം നമുക്ക് UAE-യിലും ജോർദാനിലും ഒക്കെ വെച്ച് നടത്തണം. UAE പ്രതിനിധി എത്തേണ്ടതാണ്, വരാൻ വഴുകി. മിക്കവാറും നാളെ മറ്റന്നാളെ എത്തുള്ളൂ. ഇന്ന് സമാപനമായ പിന്നെ നാളെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവര് തന്നെ യാത്ര ഇന്നലെ രാത്രി പെട്ടെന്ന് വരവിനെ കുറിച്ച് എന്തോ ചെറിയൊരു തടസ്സമുണ്ടെന്ന് പറഞ്ഞ് ഒന്നും പറയാൻ പറ്റൂല, ചിലപ്പോൾ വരൂല. അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക്കായിട്ടൊന്നും പറയാതിരുന്നത്. അവര് സന്ദർശകരായി കേരളത്തിൽ വരുന്നു, സുഹൃത്തുക്കൾ എന്ന നിലക്ക് നമ്മളെ കാണാൻ ഇവിടെ എത്തുന്നു. സ്വാഭാവികമായും നമ്മുടെ മജ്‌ലിസൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ കൂടി പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ പിന്നെ ഒരു രാത്രി ഒരു 10 മണിയോടുകൂടി കോള് വന്നു, ശരിയായിട്ടുണ്ട്, ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഞങ്ങൾ വരാൻ തീരുമാനമായി എന്ന് വിവരം തന്നു. അങ്ങനെയാണ് പാടുപെട്ട് അവരവിടെ നിന്ന് അബുദാബിയിലെത്തി. അബുദാബിയിൽ നിന്ന് പിന്നെ കൊച്ചിയിലിറങ്ങി. അങ്ങനെ പാതിര സമയത്ത് ഒരു 1 മണിക്ക് ശേഷമാണ് അവരുടെ എത്തുന്നത്. അങ്ങനെ വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് നമ്മുടെ വേദി 1 വർഷം കാത്തിരുന്നാണ് അവർ വന്നത്. കഴിഞ്ഞ വർഷം ഷെയ്ഖിന്റെ ഉമ്മയടക്കം എനിക്ക് മൗലൂദ് സദസ്സും അവിടുത്തെ മദ്ഹും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ, അവിടുത്തെ സിയാറത്തൊക്കെ ചെയ്യാൻ എനിക്കും കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മയെയും കൂട്ടി വരാൻ എന്നോട് ഉമ്മ നമ്മുടെ പൊന്നാനിയിലെ മലിക്കുൽ മുദഫറൊക്കെ കാണണം, അവിടുത്തെ മജ്‌ലിസിൽ നിന്ന് പങ്കെടുക്കണം. അങ്ങനെ വലിയ സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സിയാറത്തിന്, മഹാന്മാരുടെ സിയാറത്തിനൊക്കെ നമുക്ക് കഴിയുമോ എന്ന നിലക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മയും ഷെയ്ഖ് അവറുകൾ കൂടെ വന്നിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മലിക്കുൽ മുദഫർ അവിടെ പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും കാണുന്നു. ഇതിന്റെ വീഡിയോ കണ്ടുകൊണ്ട് അറബികൾ കാണാൻ പറയുന്നു, വരാൻ ആവശ്യപ്പെടുന്നു. ഒരുപാട് ആളുകളെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ഇതൊരു സത്യം ഞാൻ തുറന്ന് നിങ്ങളോട് പറയുകയാണ്. ഇവിടെ 40, 50, 100, 200 അതിഥികൾ വരാൻ തയ്യാറാണ്. അവർക്ക് വലിയ ഇഷ്ടമാണ്, അവർ വരും. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ അവരെ സ്വീകരിച്ചു പറഞ്ഞയക്കാൻ സാധിക്കുമോ എന്ന ഭയപ്പാട് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒതുക്കി നമ്മളെ 100% അറിയണ കൂട്ടുകാരായതുകൊണ്ട് അവർക്ക് നമ്മളെല്ലാം അറിയാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരോടും മെല്ലെ ഇങ്ങനെ മാറി നിൽക്കല. ഒരുപാട് ആളുകളെ കോള് വന്നിട്ടുണ്ട്, ഒരുപാട് മെസ്സേജുകളുണ്ട് പരിപാടിയുടെ ഡേറ്റ് ചോദിച്ചിട്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് പറയാ, സന്തോഷാവട്ടെ, ദ്വാരക്കി എന്ന് മറുപടി പറയും. ക്ഷണിക്കാൻ പേടിയായതുകൊണ്ടാണ്. അവർ വരുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. താങ്ങാനുള്ള കപ്പാസിറ്റി അള്ളാഹു നമുക്ക് തരട്ടെ. വിപുലമായി നടത്താൻ നമുക്ക് ഒരുമിച്ച് അള്ളാഹു സാധിപ്പിക്കട്ടെ. അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ, എല്ലാവരും കൂടി ഒന്ന് തീരുമാനിച്ചാൽ അടുത്ത കൊല്ലം 100, 200 അതിഥികളെ കൊണ്ട് കടപ്പുറം മുഴുവനും നിറഞ്ഞു കവിയുന്ന രൂപത്തിലുള്ള മജ്‌ലിസ് നടത്താൻ നമുക്ക് സാധിക്കും. അവരെല്ലാം തയ്യാറാണ്. അള്ളാഹു അവരിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ഈ പണ്ഡിതന്മാർ, അവരെ കൊണ്ടുവരാൻ ഇവരും തയ്യാറാണ്. അവരെല്ലാം വരാൻ റെഡിയായി നിൽക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ അടുത്ത വർഷം ഉഷാറാക്കാൻ തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിനിടയിൽ വെച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തകരും പ്രബോധകരുമായി മാറണം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഡേറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന പരിപാടി ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിന്റെ ഭാഗവക്കാകാൻ കഴിയും. ഇവരെയൊക്കെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളിൽ ഇടപെടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും അത് ഓർത്തിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തി, മഹാന്മാരായ നമ്മുടെ മദ്ഹീങ്ങളുടെ മദ്ഹിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഹൃദയം അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മൾക്ക് കാണാൻ പൂതിയും കൊതിയും ഉണ്ടെങ്കിൽ ഈ സദസ്സൊക്കെ അതിന് കാരണം അള്ളാഹു ആക്കി തരട്ടെ. അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. എന്തേ നബിയേ വന്നില്ല, പൗർണമി വദനം കണ്ടില്ല, എന്തേ നബിയേ വന്നില്ല, പൗർണമി വദനം കണ്ടില്ല. അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു ടെൻഷൻ, കാണാനുള്ള പൂതി, കാണാത്തതിലുള്ള ദുഃഖം. എന്താ കാണാൻ കഴിയാത്തത്? എൻ്റെ പാപമാണോ? ഞാൻ
അവിടുന്ന് പറഞ്ഞ പോലെ ജമാഅത്ത് നിസ്കരിച്ചില്ലേ? ഞാൻ അവിടുന്ന് പറഞ്ഞതുപോലെ തഹജ്ജുദിന് എണീച്ചില്ലേ? ഞാൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടതുപോലെ പഠിച്ചില്ലേ? നല്ല കുട്ടിയായി ജീവിച്ചില്ലേ? ഹറാമ് ഞാൻ ഒഴിവാക്കിയില്ലേ? ഞാൻ കറാഹത്തിൽ വിട്ടുപോയോ? ഹറാമ് ചെയ്തു പോയോ? അതുകൊണ്ടാണോ കാണാൻ പറ്റാത്തത്? ഇമാമിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ മലയാളത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇമാമിങ്ങൾ ചോദിക്കുകയാണ്, എൻ്റെ പാപമാണോ എന്നെ തടഞ്ഞത് എന്നവർ ചോദിക്കുകയാണ്. ആ പാപം അത് നമ്മുടെ ചോദ്യമായിരിക്കണം. നമ്മൾ എന്തുകൊണ്ട് അകന്നുപോയി? നമുക്കെന്തുകൊണ്ട് അനുഭവിക്കാൻ സാധിച്ചില്ല? നമുക്ക് ആനന്ദം, ആ ലഹരി എന്ന് ലഭിക്കും, എന്ന് കാണും. തെറ്റുകൾ ഒഴിവാക്കി പൂർണ്ണാർത്ഥത്തിൽ അവിടത്തെ പിൻപറ്റി അവിടത്തെ സ്നേഹിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അകന്നത്, നമുക്ക് കിട്ടാത്തത് നമ്മളുടെ കുഴപ്പമാണ്. ഇത്ര വിശാലതയുള്ള ഹൃദയം കാണാൻ തയ്യാറാണ്. പക്ഷേ വൃത്തി നമുക്ക് വേണം. വൃത്തിയുള്ള സ്ഥലത്തല്ലേ അവർക്ക് ഇരിക്കാൻ കഴിയൂ, അവർക്ക് വരാൻ കഴിയൂ, അവർക്ക് നിൽക്കാൻ കഴിയൂ. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. ശരീരം ശുദ്ധിയാക്കി തരണേ അല്ലാ. ഞങ്ങളെ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ ശുദ്ധിയാക്കി തരണേ അല്ലാ. അവിടുത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന, അതിരറ്റ് മഹബത്ത് വെക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ. നമ്മുടെ ഈ നാട്, ഈ പരിപാടിയിൽ പലവരെയും നമുക്ക് ഓർക്കാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സയ്യിദ് ബായാർ തങ്ങൾ പാപ്പ മജ്ലിസ് ദുആക്ക് വേണ്ടി ഇവിടെ എത്തും. ഈ സദസ്സിന്റെ സമാരംഭത്തിൽ തങ്ങളുടെ ദുആയും ഉപദേശങ്ങളും ഉണ്ടാകും. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മജ്ലിസിൽ നമ്മുടെ കുടുംബത്തിലെ നൗലമോൾ പെട്ടെന്ന് നമ്മോട് ഇവിടെ പറഞ്ഞു പോയി. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും അല്ലാഹു കൊടുക്കട്ടെ. നമ്മളെ കൈകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മകളാക്കി അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഇവിടെ കൂടിയ പ്രവർത്തകർ, എപ്പോഴും കൂടെ ഉണ്ടാവുന്നവർ, സഹായിക്കുന്നവർ, നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജിയുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ എല്ലാം ഖബറിലാണ്. നമ്മളെല്ലാം മജ്ലിസിലും ദുആ ചെയ്യുകയാണ്. അല്ലാഹു അവരൊക്കെ ഖബർ സ്വർഗമാക്കട്ടെ. പടച്ചോനെ, ഖബറൊക്കെ സന്തോഷിക്കണം. ഇതൊക്കെ ഞങ്ങൾ വന്ന് സമയം ചെലവഴിച്ച് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ, ദർജകൾ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. നമുക്കൊരുമിച്ച് ഇൻഷാ അല്ലാഹ് അവരുടെ നശീദയിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മൈക്കൊന്ന്